എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 22 ശ്ലോകം 6, 7, 8, 9, 10, 11, 12, 13 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ദിവോദാസന്റെ വംശം പറഞ്ഞതിന് ശേഷം വൃക്ഷവംശത്തിനെ പറ്റിയിട്ട് പറയണു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6, 7. കുശാംബമസ്യ പ്രത്യഗ്രചേതിപാദ്യാശ്ച ചേതിപാ ബൃഹദ്രഥാൽ കുശാശ്വോ പുൽ ഋഷഭസ്തസ്യ തൽസുത യജ്ഞേ സത്യഹിതോപത്യം പുഷ്പവാൻ തൽസുതോ ജഹു അന്യസ്യാം ജാപി ഭാര്യായാം ശകലേ ത്വേ ബൃഹദ്രഥാൽ ചേതിവാഹ. ചേതി രാജ്യം പാലിക്കുന്നവർ. കുശാംബൻ, മത്സ്യൻ, പ്രത്യഗ്രൻ, ചേതിവൻ ഇവരും വസുവിന്റെ പുത്രന്മാരാണ്. ഉപരിചരനായ വസുവിന്റെ പുത്രന്മാരാണ്. ഇവരെല്ലാവരും ചേതി രാജ്യങ്ങളെ വേണ്ട പോലെ പരിപാലിച്ചവരാണ്. ബൃഹദ്രഥന്റെ പുത്രൻ കുശാശ്വൻ, കുശാശ്വന്റെ പുത്രൻ ഋഷഭൻ, ഋഷഭന്റെ പുത്രൻ സത്യഹിതൻ, സത്യഹിതന്റെ പുത്രൻ പുഷ്പവാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ജഹു. ബൃഹദ്രഥന്റെ ഒരു വംശം നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം മറ്റൊരു വംശത്തെ പറ്റിയിട്ട് പറയുന്നു. ബൃഹദ്രഥന് മറ്റൊരു ഭാര്യയില് ഒരു ശരീരത്തിന്റെ മധ്യത്തിൽ വെച്ച് പിളർന്നാൽ ഉണ്ടാകുന്ന മാതിരി 2 ഖണ്ഡങ്ങൾ ഉണ്ടായി. തേ മാത്ര ബഹിരുൽ സൃഷ്ടേ ജരയാ ജാഭിസന്ധിതേ ജീവജീവേതി ക്രീഡന്ത്യ ജരാസന്ധോ ഭവത്സുത. ആ 2 ഖണ്ഡങ്ങളെ മാതാവ് പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇത് ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ട്. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് പുറത്തേക്ക് എറിഞ്ഞു. അപ്പൊ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ജര എന്നു പേരായിട്ടുള്ള ഒരു പിശാച് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 ഖണ്ഡങ്ങളെ അവിടെ ഒന്നായിട്ട് അങ്ങോട്ട് ചേർത്തു. ഇപ്പൊ എന്താ, അവര് ജീവിച്ചു. ആ കുട്ടി ശരിക്കൊരു കുട്ടിയായി. അപ്പൊ ജരയാൽ സന്ധിപ്പിക്കപ്പെട്ട 2 ഖണ്ഡങ്ങളിൽ നിന്നുണ്ടായത് കൊണ്ട് ആ പുത്രന് ജരാസന്ധൻ എന്ന് പേര്. അങ്ങനെയാണ് ജരാസന്ധന്റെ ഉത്ഭവം. തതശ്ച സഹദേവോ പുൽ സോമാവിർയ ശ്രുതശ്രവാഹ പരീക്ഷിത് അനപത്യോ ഭൂത് സുരഥോ നാമജാഹ്നവ. ജരാസന്ധനിൽ നിന്ന് സഹദേവൻ ഉണ്ടായി. ജരാസന്ധന്റെ പുത്രൻ സഹദേവൻ. അദ്ദേഹത്തിൽ നിന്ന് സോമാവി എന്നൊരു പുത്രൻ ഉണ്ടായി. സോമാവിയുടെ പുത്രൻ ശ്രുതശ്രവസ്. കുരുപുത്രനായ പരീക്ഷത്തിന് സന്താനം ഉണ്ടായില്ല. കുരുപുത്രനായ ജന്നുവിന്റെ പുത്രനാണ് സുരഥൻ. തതോ വിദൂരഥസ്തസ്മാൽ സാർവഭൗമസ്തതോ ഭവൽ ജയസേനസ്തനയോ രാധികോതോദ്യുമാനഭൂത്. സുരഥന്റെ പുത്രൻ വിദൂരഥൻ, വിദൂരഥന്റെ പുത്രൻ സാർവഭൗമൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ജയസേനൻ, അദ്ദേഹത്തിന്റെ പുത്രൻ രാധികൻ, രാധികന്റെ പുത്രൻ ദ്യുമാൻ. തതശ്ച ക്രോധനസ്തസ്മാൽ ദേവാതിഥി അമുഷ്യജ ഋഷ്യസ്തസ്യ ദിലീപോ ഭൂത് പ്രദീപസ്തസ്യ ജാത്മജ. ദ്യുമാന്റെ പുത്രൻ ക്രോധനൻ, ക്രോധന്റെ പുത്രൻ ദേവാതിഥി, അദ്ദേഹത്തിന്റെ പുത്രൻ ഋഷ്യൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ദിലീപൻ, ദിലീപന്റെ പുത്രൻ പ്രദീപൻ. ദേവാഭിശന്തനുസ്തസ്യ ബാഹ്ലീകൈതി ചാത്മജാഃ പിതൃരാജ്യം പരിത്യജ്യ ദേവാഭിസ്തുവനംഗത. പ്രദീപന്റെ പുത്രന്മാരായിട്ട് ദേവാഭി, ശന്തനു, ബാഹ്ലീകൻ എന്ന് 3 പേരുണ്ടായി. ദേവാഭി രാജ്യമൊക്കെ ഉപേക്ഷിച്ച് തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് സന്താനം ഇല്ലാത്തവനായിട്ട് ഭവിച്ചു. അഭവൽ ശന്തനു രാജ പ്രാങ് മഹാഭിഷസംജ്ഞിത യം യം കരാഭ്യാം സ്പൃശതി ജീർണം യൗവനമേദിസ. അതുകൊണ്ട് 2ാമത്തെ പുത്രനായ ശന്തനു രാജാവായി ഭവിച്ചു. ഇദ്ദേഹം പൂർവജന്മത്തില് മഹാഭിഷൻ എന്നു പേരുള്ളവനായിരുന്നു. എങ്ങനെയാണ് പിന്നെ ശന്തനു എന്ന പേരുണ്ടായതെന്നുള്ള കാരണം പറയുന്നു. ജരാജീർണനായ ഒരാളെ ഇദ്ദേഹം കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ ആ പുരുഷൻ യൗവനം പ്രാപിക്കും. തനുവിന്, അതായത് ശരീരത്തിന് ശം സുഖം, ശം എന്ന് പറഞ്ഞാൽ സുഖം, മംഗളം, സുഖം എന്നൊക്കെ അർത്ഥം. അതുകൊണ്ട് ശരീരത്തിന് ശം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട്
ശന്തനു എന്ന പേരുണ്ടായി. അങ്ങനെയാണ് ശന്തനു എന്നുള്ള പേര് വന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.